പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 22 ഞായർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. ഈ ദിവസത്തില് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയാണ് സുവിശേഷമായി വായിച്ച് കേട്ടത്. അവിടെ ഒരു കുഷ്ഠരോഗിയെ കാണുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കുഷ്ഠം വെറും ഒരു ശാരീരിക രോഗം എന്നതിലുപരി സാമൂഹികമായ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവം അവര് അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ യഹൂദ സമൂഹം കുഷ്ഠരോഗിയെ അശുദ്ധനായി കണക്കാക്കിയിരുന്നു. അവനെ തൊടുവാൻ ആരെയും അനുവദിച്ചില്ല. അവൻ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായിരുന്നു. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം, യേശു അവനെ തൊട്ടു എന്നതാണ്. യേശു നടത്തിയതായ ഈ സ്പർശനം, അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ കേന്ദ്ര സന്ദേശം. നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു, യേശുവിൻ്റെ സ്പർശം അത് കരുണയുടെ അടയാളമാണ്. അവൻ രോഗിയെ അകറ്റിയില്ല, അവൻ്റെ അശുദ്ധി യേശുവിനെ മലിനമാക്കിയില്ല, മറിച്ച് യേശുവിൻ്റെ വിശുദ്ധി രോഗിയെ ശുദ്ധനാക്കി. ഇതാണ് ക്രിസ്തീയ ആത്മീയതയുടെ ഹൃദയം. നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നമ്മിലേക്ക് തൻ്റെ കൈ നീട്ടുന്നുണ്ട്. നോമ്പുകാലത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശു നമ്മോട് പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്നു നീ ശുദ്ധനാകുക, പക്ഷെ നാം അടുത്തേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, യേശുവിൻ്റെ സ്പർശം മനുഷ്യൻ സൃഷ്ടിച്ച അതിർത്തികളെ തകർക്കും. നല്ലവൻ, മോശപ്പെട്ടവൻ, ശുദ്ധൻ, അശുദ്ധൻ, ഇങ്ങനെ സമൂഹം ചില രേഖകൾ വരച്ചിട്ടുണ്ട്. അതൊക്കെ യേശുവിൻ്റെ സ്പർശനത്തിലൂടെ അപ്രസക്തമായിട്ട് തീരുകയാണ്. ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്, ആരെയെങ്കിലും നാം അകറ്റി നിർത്തിയിട്ടുണ്ടോ? പരാജിതനായ ഒരാളെ, തെറ്റ് ചെയ്ത ഒരാളെ, ഭാവിയായ ഒരാളെയൊക്കെ നാം അവഗണിച്ചിട്ടുണ്ടോ? സ്വയം പരിശോധന നടത്തുക. യേശുവിൻ്റെ ശിഷ്യരായ നാം മറ്റുള്ളവരെ അകറ്റുവാനായിട്ടല്ല, അവരെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായി തീരുക. അതുപോലെ തന്നെ യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് മാറ്റം വരുത്തുന്നതാണ്. വചനം പറയുന്നു, ഉടനെ കുഷ്ഠം അവനെ വിട്ടുപോയി. ദൈവത്തിൻ്റെ കൃപ അത് വൈകുന്നില്ല. അവൻ സ്പർശിക്കുന്ന ആ ക്ഷണത്തിൽ തന്നെ ജീവിതം പുതുക്കപ്പെടുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നോമ്പിൻ്റെ ഈ സമയത്ത് യേശുവിൻ്റെ സ്പർശം അനുഭവിക്കുവാൻ, അതിലൂടെ പുതുക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കും ഇടയായി തീരേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം, വിദ്വേഷം, അസൂയ, ആസക്തികൾ, അങ്ങനെയുള്ള കുഷ്ഠം നിറഞ്ഞ അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ അത് നമ്മെ മലിനമാക്കുകയാണ്. അതിൽ നിന്ന് നാം ശുദ്ധരായി തീരേണ്ടതായിട്ടുണ്ട്. കുഷ്ഠരോഗി യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇച്ഛിച്ചാൽ എന്നെ ശുദ്ധനാക്കാം എന്നതുപോലെ നമുക്കും ആ ദൈവസന്നിധിയിലേക്ക് കടന്നുചെല്ലാം. യേശു അവനോട് പറഞ്ഞില്ലേ, ഞാൻ ഇച്ഛിക്കുന്നു നീ ശുദ്ധനായി തീരുക. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. ഈ വലിയ നോമ്പിൻ്റെ 7-ാം ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, എന്നെ തൊടണമേ, ഒരു സ്പർശം എനിക്ക് തരണമേ. അതിലൂടെ മുറിവുകളെ മാറുവാൻ, പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, ജീവിതം പുതുതാകുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ സ്പർശം അശുദ്ധിയെ ശുദ്ധിയാക്കുന്നു, അകലം അടുപ്പമാക്കുന്നു, മരണത്തെ ജീവിതമാക്കുന്നു. നമുക്ക് ആ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം, നമ്മെ തൊടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധനാക്കിയതുപോലെ ഞങ്ങളെയും തൊടണമേ.
ഞങ്ങളുടെ ഉള്ളിലെ അശുദ്ധികളെ നീക്കി ആത്മാവിനെ പുതുക്കണമേ. നിന്റെ വിശുദ്ധ സ്പർശം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കൃപ തരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.